ഞാൻ വേണ്ടി ഈ സാധനം വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ചിക്കൻ കറി. ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ചായിട്ട് വെക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കിട്ടും. പക്ഷെ ആൾക്കാർ കൂടുന്നതനുസരിച്ച് എൻ്റെ ചിക്കൻ കറിയുടെ സ്വഭാവം മാറും. അപ്പോൾ വൃത്തിയാക്കി ചിക്കനകത്തോട്ട് നമ്മൾ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട ശേഷം തേണ്ടിയെ കാണുന്ന സാധനങ്ങളെല്ലാം കൂടി അരച്ചെടുക്കണം. അരച്ചല്ല, ചതച്ചെടുക്കണം. പിന്നെ ഈ ചതച്ച സാധനം നമ്മുടെ ചിക്കനകത്തോട്ട് ഇട്ട് ഇച്ചിരി തൈരും പിന്നെ ഇച്ചിരി കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ചിക്കൻ വാങ്ങിക്കുന്ന ദിവസം നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റാറുണ്ട്. ആ മാറ്റുന്ന ചിക്കനകത്തായിരിക്കും എൻ്റെ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത്. പച്ച ചിക്കൻ, മഞ്ഞ ചിക്കൻ, വെള്ള ചിക്കൻ എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള ചിക്കൻ നമ്മൾ ഉണ്ടാക്കും. അത് ഫ്ലോപ്പായാലും ഇവിടുത്തെ അച്ഛനും ഞാനും കൂടി അത് കഴിച്ച് തീർക്കാറുണ്ട്. അതുപോലെ എണ്ണ ഒഴിക്കുന്ന സമയത്ത് ഈ അമ്മൂമ്മമാരെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തിയിട്ടാണ് ഒഴിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അവരുടെ വയന്നെല്ലാം കേൾക്കും. സ്റ്റോറേജിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് എനിക്ക് വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. സാധാരണ 2 മണിക്കും 3 മണിക്കും കഴിക്കുന്ന ഞാൻ ഇന്ന് നേരത്തെ, അതായത് ഒരു 11 മണിക്ക് മുമ്പേ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അന്ന് ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ. ആ ഒരു പ്രശ്നം എനിക്ക്